തീരദേശത്തെ 5 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്ന പെരിങ്ങാട് പുഴ ശുദ്ധജല സംഭരണി പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്ന് മണലൂർ നിയോജക മണ്ഡലം MLA പ്രൊഫസർ സി രവീന്ദ്രനാഥ് അറിയിച്ചു. ചേറ്റുവ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന തീരദേശ ജനകീയ സമ്പർക്ക യാത്ര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവർട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 234 ഏക്കർ വിസ്തൃതിയുള്ള പെരിങ്ങാട് പുഴയിൽ ചെക്ക് ഡാം നിർമ്മിച്ച് ശുദ്ധജല സംഭരണിയാക്കി മാറ്റുക എന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിരുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പാവർട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, ഒരുമനയൂർ, എളവള്ളി എന്നീ 5 പഞ്ചായത്തുകളിലെ കുടിവെള്ള ദൗർലഭ്യം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. യോഗത്തിൽ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബൂക്കാട്ടിൽ അധ്യക്ഷനായി. തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ, ജോഷി കൊമ്പൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആന്റോലിജോ, മിനി മോഹൻദാസ്, PM താഹിർ, ഗ്രേസി ജേക്കബ്, പഞ്ചായത്ത് മെമ്പർമാരായ ജിൽസ് തോമസ്, ലിഷ ടീച്ചർ, ഷിജു, നേതാക്കളായ ബാബു ആന്റണി മാസ്റ്റർ, സിദ്ദീഖ്, NT അലി, അബ്ദുൽ അസീസ്, വിജയാകരൻ, ഷൌക്കത്ത് NE, ഉസ്മാൻ കൂരിക്കാട്, സജീവൻ വേളത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് MLAയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ചേർന്ന് ഇടിയഞ്ചിറ, പാവർട്ടി പഞ്ചായത്ത് ഗ്രൗണ്ട് സ്ഥലം, വൈഭോരം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് കണ്ട് പരിശോധിച്ചു. CRZ നിയമം മൂലം അനുമതി ലഭിക്കാത്ത വീടുകൾ ക്രമവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുമെന്നും പ്രസിഡന്റുമാർ അറിയിച്ചു.